പുസ്തകം 23-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദാവീദ്, ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു. കാരണം അവന്റെ ജീവിതത്തിലേക്ക് അവരൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ദാവീദ് തന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, യഹോവ എന്നെ ചേർത്തുകൊണ്ടു. ദാവീദ് സിംഹവും കരടിയും നിറഞ്ഞ ഒരു വനത്തില് ഏഴാമനായ ദാവീദിനെ അവന്റെ അപ്പനും അമ്മയും അവനെ ആട് നോക്കുവാനായിട്ട് വിടുകയാണ്. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ സിംഹം നിറഞ്ഞ കരടി നിറഞ്ഞ ഒരു വനത്തിന്റെ ഉള്ളിലേക്ക് വിടില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട മകൻ, അവനെ കാട്ടുമൃഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഭക്ഷിക്കാം. ആ മകനെ അവൻ കഴിവ് കുറഞ്ഞവനാണ്. നോക്കിയപ്പോൾ ഹല്ലേലൂയ, മറ്റുള്ളവരൊക്കെ ആരോഗ്യദൃഢഗാത്രനാണ്. അതുകൊണ്ട് ഇവരെ അപ്പനും അമ്മയും അധികം കെയർ ചെയ്തില്ല. അവനെ വനത്തിലേക്ക് ആട് നോക്കുവാനായിട്ട് വിടുകയാണ്. ആരോഗ്യവും ബുദ്ധിയുമുള്ളവരെയൊക്കെ സൈന്യത്തിലും മറ്റു പല മേഖലകളിലും അപ്പൻ വിട്ടപ്പോൾ ആ വീട്ടിൽ കഴിവ് കുറഞ്ഞവനായ അവനെ ദൈവം എന്തു ചെയ്തു? അപ്പനും അമ്മയും എന്തു ചെയ്തു? അവനെ വനത്തിലേക്ക് അയക്കുകയാണ്. പക്ഷേ അവൻ ഒരു കാര്യമേ അറിയാവുന്നുള്ളൂ. അവന് കൂടുതൽ വിവരമില്ല. ലോകം നോക്കുമ്പോൾ ലോകത്തിന്റെ ബുദ്ധി നോട്ടത്തിൽ അവൻ കഴിവ് കുറഞ്ഞവനാണ്. അവർ ഒരു കാര്യമേ അറിയാവുള്ളൂ, ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കും. ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കി എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കിയപ്പോൾ ഇതാ വനാന്തരത്തിൽ ഇരുന്ന് ഒരുത്തൻ എന്നെ ആരാധിക്കുകയാണ്. ദൈവം അവനെ പൊക്കിയെടുക്കുകയാണ്. ശമൂവേൽ പ്രവാചകൻ അവന്റെ വീട്ടില് തൈലക്കൊമ്പുമായി വന്നിട്ട് യെശയ്യായോട് ചോദിക്കുകയാണ്, നിന്റെ മക്കളെ മുഴുവൻ വിളിക്കുവാൻ പറഞ്ഞപ്പോൾ ആ അപ്പനും അമ്മയും ദാവീദിനെ വിളിച്ചില്ല. ദൈവം പറഞ്ഞു, ഇവനല്ല. എല്ലാ മക്കളെയും വിളിച്ചോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ഒരുത്തനുണ്ട്, അവന് ആട് നോക്കുവാനായി വനാന്തരത്തിൽ കിടക്കുകയാണ്. അവന് കഴിവ് കുറഞ്ഞവനാണ്. അവന് രാജാവ് ഒരു ആട്ടിടയൻ. നമുക്കറിയാം, ഈ കുവൈറ്റ് പ്രദേശത്ത് വളരെ ആട്ടിടയന്മാരുണ്ട്. അവരൊരിക്കലും അവരുടെ ചിന്തയിൽ പോലും അവർ വിചാരിച്ചിട്ടില്ല എനിക്കൊരു ഈ രാജ്യത്തിന്റെ ഒരു രാജാവാവണമെന്ന് ഒരു ആട്ടിടയൻ ഒരിക്കലും ചിന്തിക്കില്ല. അവന് ഒരു വീട്ടിൽ ഒരു ചെറിയ ജോലിയോ വെയിൽ കൊള്ളാതെ ഇരിക്കുന്ന ഒരു ജോലിയൊക്കെയാണ് ഒരു ആട്ടിടയന്റെ ബുദ്ധിയിൽ അവൻ ചിന്തിക്കുകയുള്ളൂ. നമ്മൾ പോലും ഒരു രാജ്യത്തിന്റെ രാജാവാൻ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. കാരണം നമുക്കതിനുള്ള കഴിവില്ല. ദൈവം നോക്കി, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കി. അതാ ഒരു ആട്ടിടയൻ വനാന്തരത്തിലിരുന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവം അവനെ പൊക്കിയെടുക്കുകയാണ്. അപ്പനും അമ്മയും അവനെ ഉപേക്ഷിച്ചു. പക്ഷേ അവനെ ദൈവം ചേർത്തു. ദൈവത്തോട് അവൻ പറ്റിച്ചേർന്നിരുന്നു. ദൈവം അവനെ ചേർത്തുകൊണ്ട് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി അവനെ അഭിഷേകം ചെയ്യുകയാണ്. അപ്പോൾ ദൈവം അപ്പോൾ ദാവീദ് പറയാണ്, എന്റെ യഹോവ എന്റെ ഇടയനാണ്. നാളെ ഞാൻ എന്ത് ഭക്ഷിക്കും? നാളെ ഞാൻ എന്ത് ചെയ്യും? എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്ത് കരുതും? ദൈവമേ, നീ ദൈവത്തോട് നീ പറ്റിച്ചേർന്നിരിക്കുന്നു എങ്കിൽ നിന്റെ കാര്യം നോക്കുവാൻ ദൈവം ശക്തനാണ്. നീ ദൈവത്തോട് ചേർന്നിരിക്കുകയാണെങ്കിൽ, ദൈവമാണ് നിന്റെ ഇടയനെങ്കിൽ, നീ നാളത്തെ പറ്റി നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നാളത്തെ ദിവസം നിന്റേതല്ല, ദൈവത്തിന്റേതാണ്. ദാവീദ് പറയുകയാണ്, ആ ഒരു സ്ഥാനത്തിൽ നിന്നും ദാവീദ് പറയുകയാണ്, യഹോവ എന്റെ ഇടയനാണ്. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാളത്തെ ദിവസത്തെ പറ്റി നമ്മൾ വ്യാകുലപ്പെടുമ്പോൾ ദൈവം പറയുകയാണ്, നീ എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? ഹല്ലേലൂയ. കാലേബ് ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നു. ഹല്ലേലൂയ. മോശയോട് എന്താണ് ദൈവം പറഞ്ഞത്? നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. യോശുവയോട് എന്താ പറയുന്നത്? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. യോശുവോട് പറയുകയാണ്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഒരു മനുഷ്യനും നിന്റെ നേരെ നിവർന്ന് നിൽക്കുകയില്ല. യോശുവയുടെ കൂടെ ഇരുന്ന ദൈവം
മോശയോട് കൂടെ ഇരുന്ന ദൈവം ഹല്ലേലൂയ ഇപ്പോൾ ഇതാ ദാവീദിന്റെ കൂടെ ഇരിക്കുകയാണ്. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുക. അതുകൊണ്ട് ദാവീദ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ദാവീദ് പറയുകയാണ്, യഹോവയാണ് എന്റെ ഇടയൻ. ഹല്ലേലൂയ. എന്റെ അപ്പനും അമ്മയ്ക്കുമല്ല എന്റെ ഇടയൻ. എന്റെ ഇടയിൽ എനിക്കൊരു ഇടയനേ ഉള്ളൂ. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ സർവശക്തനായ ഈ ദൈവമാണ് എന്റെ ഇടയൻ. ദൈവങ്ങളെ നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? ദൈവമാണ് എന്റെ ഇടയൻ, അവനാണ് എന്റെ രക്ഷിതാവ്, അവനാണ് എന്നെ സൃഷ്ടിച്ചവനെന്ന് ദാവീദ് തന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഹല്ലേലൂയ അവൻ പറയുകയാണ്, ഈ ദൈവമാണ് എന്റെ ദൈവം. അതുകൊണ്ടാണ് ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവ എന്റെ ഇടയാണ്, എനിക്കൊരു പ്രയാസം ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നീതിമാൻ തുടയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ സന്നിധിയില് നീതിയോടെ സത്യത്തോടെ ന്യായത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കുന്നവനാണോ? നിന്നെ നോക്കുവാൻ ആളില്ലാതിരിക്കില്ല എന്ന് ദൈവം തന്റെ വചനത്തിൽ പറയുകയാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധൻ വ്യാജം പറയില്ല. വ്യാജം പറയുവാൻ ഒരു മനുഷ്യനല്ല, അനുദപിക്കുവാൻ ഒരു മനുഷ്യപുത്രനുമല്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ. ഈ വചനം മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനം ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. വ്യാജം പറയുന്ന ദൈവമല്ല. ദൈവം പറയുന്നു, നീതിമാൻ തുടയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദാവീദ് രാജാവ് ഇസ്രായേലിന്റെ 40 വർഷം ഇസ്രായേലിന്റെ രാജാവ് ദാവീദ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ദാവീദ് പറയുകയാണ്, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ദൈവങ്ങളെ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ ഒരു ആടുകളെ വേലിയേറ്റി സൂക്ഷിക്കുന്ന ദൈവമാണ്. യോബിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, നീ അവന് ചുറ്റുമുള്ളവരൊക്കെ എന്താണ് വേലിയേറ്റി സൂക്ഷിക്കുന്ന ദൈവമാണ്. നമ്മൾ ആടുകളാണെങ്കിൽ നമ്മളെ ആ കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് നമ്മളെ പുറത്തു പോകാതെ നമ്മളെ വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ കൂട്ടിൽ നമ്മൾ പുറത്തു പോകുവാനും അകത്തു വരുവാനും നമുക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ ഫലം കാച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഈ ഫലം കാട്ടുന്നില്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും? വെട്ടിക്കളയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ വേലി പൊളിച്ചു കളയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് അവിടെ യെശയ്യാവ് പറയുന്നത്? അവൻ അവരുടെ തോട്ടത്തില് വേലി കെട്ടി സൂക്ഷിച്ചു. ഹല്ലേലൂയ. ഞാൻ അതിന്റെ വേലി പൊളിക്കുകയും അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും. അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും. അതായത് യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ യെശയ്യാവ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ അതിനെ നല്ല മുന്തിരിവള്ളിയാണ് നട്ടത്, അത് ഫലം കായ്ക്കുമോ എന്ന് ഞാൻ അതിനെ നോക്കിയിട്ട് അത് എന്ത് ചെയ്തു? അത് വേലി കെട്ടി സൂക്ഷിച്ചു. അത് നോക്കുവാൻ ഒരു ഗോപുരം പണിതു, നോക്കുവാൻ ഒരു ആലയെയും ദൈവമാക്കി. അങ്ങനെ അതിന് കളകളെല്ലാം പറിച്ചു കളഞ്ഞ് അത് മനോഹരമായി എന്നെ വളർത്തി. പക്ഷേ കാച്ചതോ കാട്ടുമുന്തിരിയാണ് കാച്ചത്. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും ഫലം കാക്കുന്നതിന് വേണ്ടി ദൈവം വച്ചിരിക്കുകയാണ്, നട്ടിരിക്കുകയാണ്. ദൈവം നോക്കുകയാണ്, നീ ഫലം കാറ്റുന്നുണ്ടോ? അങ്ങനെ ഫലം കാറ്റാതെ വരുമ്പോൾ ദൈവം എന്തു ചെയ്യും? അതിനെ വെട്ടിക്കളയുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? ഹല്ലേലൂയ. വേലികളെ പൊളിച്ചു കളയുന്ന ദൈവമാണ്. വേലികളെ പൊളിച്ചു കളയുമ്പോൾ ശത്രുക്കൾ വന്ന് നമ്മളെ ഉപദ്രവിക്കുകയും നമ്മൾ തകർന്നു പോവുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ്. ദൈവം പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ഫലം കാച്ചുകൊണ്ടേയിരിക്കണം. ദൈവം നമ്മളിൽ നിന്ന് ഫലമുണ്ടോ? നല്ല ഫലം നമ്മളിൽ നിന്ന് ഉളവാകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫലമില്ലാത്തവരാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം വേലികളെ പൊളിച്ചു കളയും. ദൈവം വേലികളെ പൊളിച്ചു കളയുമ്പോൾ ഹല്ലേലൂയ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുവാനുള്ള അധികാരവും ദൈവം തന്നിട്ടുണ്ട്. അകത്തു പോരുവാനുള്ള അധികാരവും തന്നിട്ടുണ്ട്. ഈ ദാവീദിന്റെ ജീവിതത്തിലേക്ക് നമ്മളൊക്കെ വീണ്ടും ഒന്ന് തിരിഞ്ഞു വന്നാൽ, ദാവീദ് ഇതുപോലെ അപ്പനും അമ്മയെ ഉപേക്ഷിച്ച് ഈ രാജാവാക്കിയ ദാവീദ് ഊരിയാവിനെ കൊന്നു. ഊരിയാവിന്റെ ഭാര്യയെ ദാവീദ് സ്വന്തമാക്കി. ദാവീദ് പാപം ചെയ്തു. അതായത് ദൈവത്തിന്റെ വേലിക്കെട്ടിൽ നിന്ന് ദാവീദ് പുറത്തിയാടി. ദാവീദ് വേലിക്കെട്ടിൽ നിന്ന് പുറത്തിയാടിയപ്പോൾ ദൈവത്തിന്റെ കോപം അവന് വേറെ ജ്വലിക്കുകയാണ്. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനെ അവന്റെ പാപത്തെ പറ്റി ബോധ്യപ്പെടുത്തുകയാണ്. ദാവീദ് പറയാണ്, 4 ഇരട്ടി നിനക്ക് പ്രതിഫലം, 4 ഇരട്ടി.
ഹല്ലേലൂയ. ദാവീദിന്റെ 4 മക്കളെ ദൈവം കൊന്നുകളയുകയാണ്. ഹല്ലേലൂയ. ബത്ശബയിൽ ഉണ്ടായ കുട്ടി മരിച്ചുപോയി. അതായത് ദാവീദ് ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമേ, ഈ കൊച്ചിന് ജീവൻ തിരിച്ചു കിട്ടണമേ. കാരണം എന്താണ്? ആ പ്രാർത്ഥന, ദാവീദിന്റെ പ്രാർത്ഥന എന്ത് ചെയ്തില്ല? ദൈവം കേട്ടില്ല. എന്തുകൊണ്ടാണ് ദൈവം കേൾക്കാത്തത്? യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നീ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ എന്റെ മുഖം തിരിച്ചു കളയും. ഹല്ലേലൂയ. നിന്റെ കൈ അകത്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ അകത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കൈ കൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല. ഞാൻ എന്റെ മുഖം തിരിച്ചു കളയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നീ പാപം നിറഞ്ഞ് നീ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ കേൾക്കുകയില്ല. അത് വായിക്കുക, യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ അവസാന ഭാഗത്ത്. നീ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ എന്റെ പ്രാർത്ഥന കൈ മലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുകയും നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കി കളയുകയും തിന്മ ചെയ്യുന്നത് മതിയാക്കുകയും നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ. അവിടെ യെശയ്യാ പ്രവചനത്തിലൂടെ യഹോവയായ ദൈവം പറയുകയാണ്, നീ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥന കേൾക്കുകയില്ല. ഞാൻ എന്റെ മുഖം തിരിച്ചു കളയുന്ന ദൈവമാണ്. കാരണം ദാവീദ് അവിടെ ഉപവസിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് പാപം ചെയ്തിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിൽക്കുന്നത്. ഉരിയാവിനെ കൊന്നു, ഉരിയാവിന്റെ ഭാര്യയെ അവൻ സ്വന്തമാക്കി. അങ്ങനെ പാപം ചെയ്തിട്ട് ദൈവം കാണുന്നില്ല എന്ന് വിചാരിച്ച് ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവം പറയുകയാണ്, ദാവീദേ മോനെ, നീ പ്രാർത്ഥിച്ചോ, പക്ഷെ ഞാൻ കേൾക്കുകയില്ല. ഞാൻ എന്റെ മുഖം തിരിച്ചു കളയുന്ന ദൈവമാണ്. നിന്റെ കൈ അകറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കൈയാണ്. ഈ അകത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കൈ കൊണ്ട് നീ എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഞാൻ കേൾക്കുകയില്ല എന്ന് ദൈവം ദാവീദോട് പറയുകയാണ്. ദൈവം ആ ദാവീദ് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, പക്ഷെ ദൈവം കേട്ടില്ല. ബത്ശേബയിൽ ഉണ്ടായ ആ കുട്ടി മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ദാവീദ് എഴുന്നേറ്റ് വിളിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദിന് മനസ്സിലായി, ഞാൻ തെറ്റുകാരനാണ്. ഞാൻ പ്രാർത്ഥിച്ചത് പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. കാരണം എന്റെ കൈ അകറ്റം നിറഞ്ഞത്, എന്റെ കൈ രക്തം നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദിനോട് ദൈവം പറയാണ്, നീ ആലയം പണിയുവാൻ വന്നപ്പോൾ നീ ആലയം പണിയരുത്. കാരണം നിന്റെ കരം എന്താണ്? രക്തം നിറഞ്ഞിരിക്കുന്ന കരമാണ്. ഹല്ലേലൂയ. നിന്നെ ഞാൻ എവിടുന്നാണ് വെട്ടിയെടുത്തതെന്ന് നീ മറന്നുപോയി. അങ്ങനെ നീ മറന്നുപോയി. നീ പാപത്തിൽ അകപ്പെട്ടതുകൊണ്ട് നീ എനിക്ക് ആലയം പണിയുവാൻ നീ യോഗ്യനല്ല. എനിക്ക് നിന്റെ ആലയം പണിയേണ്ട. നീ എനിക്ക് നിന്റെ മകനായ ശലോമോൻ എനിക്ക് വേണ്ടി ആലയം പണിയുമെന്ന് ദൈവം ദാവീദിനോട് പറയുകയാണ്. ദൈവമക്കളെ, അപ്പോൾ നമ്മള് എല്ലാവരുടെയും പ്രാർത്ഥന ആര് കേൾക്കുന്നില്ല? ദൈവം കേൾക്കുന്നില്ല. നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്നവനാണ് ദൈവമെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ ദാവീദിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. 51-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ദാവീദ് മനസ്സിലായി, ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നില്ല. അവിടെ ദാവീദ് കിടന്ന് കരയുകയാണ്. എന്നെ നന്നായി കഴുകി എന്റെ അകത്യം പോക്കണമേ. ഹല്ലേലൂയ. ഞാൻ അകത്യം നിറഞ്ഞിരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ അകത്യം നിറഞ്ഞിരിക്കും. സ്വയമായ ഒരു ശുദ്ധീകരണം നടത്തുവാനായിട്ട് ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ വീട് കിടക്കുകയാണ്. ദാവീദ് പറയുകയാണ്, ഞാൻ എന്നെ കഴുകി എന്റെ അകത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെളിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എന്റെ മുമ്പിൽ എപ്പോഴും ഇരിക്കുന്നു. ഓ ദാവീദ്, ഹല്ലേലൂയ. ഞാൻ ആരും കണ്ടില്ല എന്ന് വിചാരിച്ചു പാപം ചെയ്തു. പക്ഷേ ദൈവത്തിന്റെ കണ്ണ്, ഹല്ലേലൂയ, സർവ്വ ജഡങ്ങളെയും ചോദന ചെയ്യുന്ന ദൈവം, ആ മനസ്സുകളെ ചോദന ചെയ്യുന്ന ദൈവം, ഹൃദയത്തിന്റെ വിചാരങ്ങളെ ചോദന ചെയ്യുന്ന ദൈവം. ഞാൻ അവനെ തൂക്കി നോക്കി, അവൻ കുറവുള്ളവനായി കണ്ടു. ഹല്ലേലൂയ. ദാവീദിനെ ദൈവം തൂക്കി നോക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദിനെ ദൈവം തൂക്കി നോക്കിയപ്പോൾ അവൻ കുറവുള്ളവനായ ദാവീദിനെ ദൈവം കണ്ടു. ഹല്ലേലൂയ. ദാവീദ് വീണ് കിടക്കുകയാണ്. ദാവീദ് വീണ് കിടന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുകയാണ്, എന്നെ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. ഈ സോപ്പ് കൊണ്ട് കഴുകണമേ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു. പക്ഷേ അങ്ങനെ കരഞ്ഞു എങ്കിലും ദൈവം അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ വീണ്ടെടുക്കും. പക്ഷേ നീ ചെയ്ത തെറ്റിന് ഞാൻ നിന്റെ ഒരു വാള് നിന്റെ ഭവനത്തിലേക്ക് ഞാൻ അയക്കുകയാണ്. ഒരു പാവപ്പെട്ടവനെ നീ കൊന്ന് അവന്റെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് ഞാനൊരു വാള് നിന്റെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. ആ വാൾ ചെന്ന് ദാവീദിന്റെ 4 മക്കളെ കൊന്നുകളയാണ്.
ബത്സേബയിൽ ഉണ്ടായ കുട്ടി മരിച്ചു, അമ്നോൻ മരിച്ചു, അബ്സലോം മരിച്ചു, അദോനിയാവിനെ ശലോമോൻ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. താമറുമായി ബന്ധത്തില് ഹല്ലേലൂയ അബ്സലോം, ഹല്ലേലൂയ അമ്നോന്, ഇവരെല്ലാം കൊന്നുകളയുകയാണ്. ലോകം നോക്കുമ്പോൾ തെറ്റുകാരാരാണ്? മക്കളാണ്. ലോകം നോക്കുമ്പോൾ തെറ്റുകാർ മക്കളാണ്. പക്ഷേ ദൈവം തന്റെ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ ദാവീദിനെ 4 മക്കളെ കൊന്നുകളയുകയാണ്. ഹല്ലേലൂയ. നീതി നടപ്പാക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ഈ 51-ാം സങ്കീർത്തനത്തില് ദാവീദ് കരഞ്ഞ് ദാവീദ് വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് വരികയാണ്. നിന്റെ പാപം എത്ര കടിഞ്ഞുപോയിരുന്നാലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും, ഞാൻ കടലിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുന്ന ദൈവമാണ് ഞാൻ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആ ദാവീദിനെ ദൈവം കഴുകി വെടിപ്പാക്കി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ദാവീദ് എങ്ങനെയാണ്? എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ് എന്ന് പറയുകയാണ്. അപ്പൊ ദാവീദിനെ ദൈവം എങ്ങനെ ചെയ്തു? വീണ്ടെടുത്തു. അപ്പോ നമ്മൾ പാപം ചെയ്ത കാലം നമുക്ക് ഒരു മനസ്സുണ്ടോ? തിരിഞ്ഞു വരുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വീട് കിടന്ന് ദൈവത്തോട് പറയുകയാണ്, ഹല്ലേലൂയ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് നമുക്ക് പറയുവാൻ ഒരു മനസ്സുണ്ടോ? കരയുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ നീതിമാനായ ദൈവം, ഹല്ലേലൂയ അമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ദൈവം, ഹല്ലേലൂയ നമ്മെ ചേർത്തുകൊള്ളുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ നമുക്ക് ക്ഷമിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദിനെ വീണ്ടും ദൈവം ചേർത്തുകൊണ്ടു. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ പേരെഴുതിയപ്പോൾ ദാവീദിന്റെ പേര് ദൈവം എഴുതി ചേർത്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയില് ഹല്ലേലൂയ നമ്മൾ യഹോവ എന്റെ ഇടയനാകുന്നു എന്നാൽ ആ വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ദൈവത്തിന്റെ മാറോട് ചേർന്നിരുന്ന പോലെ ദൈവത്തോട് ചേർന്നിരുന്ന് ജീവിക്കുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടോ? അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഇടയനാണ്. ദൈവം അതാണ് യഹോവ എന്റെ ഇടയൻ. യഹോവ എന്റെ ഇടയനാണ്. ഒരു ആടിന് നാളത്തെ സംബന്ധിച്ച് ആട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആടിന് ആരാണ് തീറ്റ കൊടുക്കുന്നത്? ആടിന്റെ ഇടയനാണ്. നാളെ ഏത് മേഖലയിലാണ് ഞാൻ ഈ ആടിനെ തീറ്റ മേയ്ക്കുവാൻ പോകുന്നതെന്ന് ആർക്കറിയാം? ഇടയനറിയാം. പക്ഷെ ആടിനറിയില്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുകയാണ്, എന്റെ ബുദ്ധിയോ ശക്തിയോ ഒന്നുമല്ല, യഹോവയാണ് എന്റെ ഇടയൻ. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് ഇനി ഞാൻ നീങ്ങുകയുള്ളൂ. ആ ഒരു തീരുമാനമെടുത്ത് അവൻ പറയുകയാണ്. 23-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു. യഹോവ എന്റെ ഇടയനാകുന്നതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകുകയില്ല, എനിക്ക് ജീവിതത്തില് യാതൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. യഹോവ എന്റെ ഇടയൻ അല്ലാതിരുന്ന ആ സമയത്ത്, അതായത് ആ വേലിക്കെട്ടിനുള്ളിൽ നിന്ന് ഞാൻ പുറത്തു പോയപ്പോൾ എന്ത് ചെയ്തു? എന്റെ 4 മക്കൾ മരിച്ചുപോയി. ഞാൻ പാപം ചെയ്തപ്പോൾ എന്റെ 4 മക്കൾ മരിച്ചുപോയി. എന്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമായിരുന്നു. ഒരു രാജ്യത്തിന്റെ രാജാവ് അവൻ കരഞ്ഞ് അവൻ ദുഃഖങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം അവൻ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മൾ വിട്ടുപോകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ദുഃഖങ്ങൾ വരും. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ അവന്റെ സന്നദ്ധിയില് സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ദൈവത്തിൽ അവന്റെ ഭാഗത്ത് നിന്നും പ്രബോധനങ്ങളുമുണ്ട്. അപ്പോൾ നാം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും എന്ത് ചെയ്യണം? ദൈവത്തോട് ചേർന്നിരിക്കണം. അവന്റെ ആരായിരിക്കണം? യഹോവ എന്റെ ഇടയനാകുന്നു എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നവനായിരിക്കും. അതാണ് 50-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത്, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഞാൻ ഭൂമിയെ വിളിക്കുകയാണ്. ഭൂമിയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ജനങ്ങളെ മുഴുവൻ വിളിക്കുകയാണ്. ഞാൻ സൂര്യന്റെ ഉദയം മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ജനത്തെയും വിളിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അടുക്കലേക്ക് വരണം, എന്റെ അടുക്കലേക്ക് വരണം, എന്റെ വചനം കേൾക്കണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ് എന്ന് അവരോട് പറയുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും കേട്ട് മനസ്സുണ്ടെങ്കിൽ ഞാൻ അവരോടുകൂടെ അത്താഴം കഴിക്കും, ഞാൻ അവരോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യും, ഞാൻ അവരോടുകൂടെ സന്തോഷ പരിപൂർണത അവരോടുകൂടെ കൂട്ടായ്മയായ ആദരിക്കുമെന്ന് ദൈവം നമ്മോട് പറയുകയാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. അവിടെ ആടുകളെ പറ്റി യോഹന്നാന്റെ സുവിശേഷം
പറയുകയാണ്, വാതിൽ കൂടെ കടക്കുന്ന ആടുകളുടെ ഇടയിലാകുന്നു അതിന് വാതിൽക്കാരൻ കാവ് തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. അല്ല, ഞാൻ എന്റെ ആടിന്റെ ഇടയിലാണെങ്കിൽ എന്റെ ശബ്ദം ആര് കേൾക്കുന്നു? ആടുകൾ കേൾക്കുന്നു, ആടുകൾ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. നമ്മള് ഈ ഗൾഫ് നാടുകളിലൊക്കെ രണ്ട് കൂട്ടം ആടുകളെ മിക്സ് ചെയ്ത് ഒരു കൂട്ടിലിട്ടാലും ആടിന്റെ ഇടയൻ ആ ഇടയൻ ചെന്ന് കഴിയുമ്പോൾ അതിന്റെ ഇടയിലുള്ള അവന്റെ ആടുകളെല്ലാം ഇടയൻ വിളിക്കുമ്പോൾ എല്ലാം ഇറങ്ങി വരും. ഹല്ലേലൂയ. ആ ആടുകൾ എല്ലാം ഇറങ്ങി വരും. അതാണ് ഈ ആടുകളെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എത്ര കൂട്ടം കൂടി പല ഇടയന്മാർ നോക്കുന്ന ആടുകളെയും കൂട്ടം കൂട്ടി കെട്ടുകഴിഞ്ഞാലും ആ എക്സാക്റ്റ് ആയ ഇടയം ചെല്ലുമ്പോൾ അവന്റെ ആടുകളെല്ലാം എന്ത് ചെയ്യും? ഇറങ്ങി വരും. കാരണം ഇവന്റെ ശബ്ദം കേട്ട് ആടുകൾ ഇറങ്ങി വരുന്നു, ഇവിടെ തിരിച്ചറിയുന്നു. അതാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഈ ഓരോ ആടിനെയും പേർ ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു. എനിക്കുള്ളവയൊക്കെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം പറഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അതായത് നമ്മുടെ ഈ ആടുകളെ ആദ്യം വിട്ടിട്ട് പുറകിൽ പോകുന്നവനല്ല നമ്മുടെ ദൈവം. ആടുകൾക്ക് മുമ്പിൽ പോയി അതിലെ ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൈവമാണ്, വഴികളെ നിരപ്പാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമുക്ക് മുമ്പായി ഹല്ലേലൂയ ആടുകൾക്ക് മുമ്പായി പോയി എല്ലാ ദുർഘടങ്ങളെയും നിരപ്പാക്കി ഹല്ലേലൂയ മനോഹരമായ ആ എണ്ണച്ചിലൂടെ ഈ ആടുകളെ ദൈവം നടത്തുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, എന്റെ ആടുകള് എന്റെ ശബ്ദം കേൾക്കുന്നു, അവനെ അന്യനെ അനുഗമിക്കാതെ ശബ്ദം അറിയായി കൊണ്ട് അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഇവിടെ ആടിനെ നോക്കി, ഈ ആട് എന്താണ്? ഈ ആടിന്റെ ഇടയിലല്ലാത്ത വേറൊരാൾ വന്ന് ഈ ആടിനെ വിളിച്ചു കഴിഞ്ഞാൽ ആടിന്റെ ശബ്ദം കേൾക്കുകയില്ല, അവനോട് പോവുകയുമില്ല, വിട്ട് ഓടിപ്പോകും. അവനെ വിട്ട് ഓടിപ്പോകുന്ന ആടാണ്. ഹല്ലേലൂയ. നമ്മുടെ ഇടയൻ ഹല്ലേലൂയ യഹോവയാണെങ്കിൽ നമ്മൾ ആരുടെ ശബ്ദമാണ് കേൾക്കേണ്ടത്? യഹോവയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. യഹോവയുടെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? അത് മാൻപേടകളെ പ്രസവിക്കുവാനാക്കുന്ന ശബ്ദമാണ്, വനങ്ങളെ തോലെടുക്കുന്ന ശബ്ദമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ എന്ത് ചെയ്യാണ്? ആ ആടിന്റെ ഇടയന്റെ ശബ്ദം കേൾക്കുമ്പോൾ കൂടുകളിൽ നിന്ന് ആട് ഇറങ്ങി വരുന്ന ആ ആടാണ് നമ്മുടെ, അതാണ് നമ്മുടെ ഇടയൻ. ആ ഇടയൻ ഹല്ലേലൂയ. ആ ഇടയന് വളരെ അധികം ഗുണശ്രേഷ്ഠതയുള്ള ഇടയനാണ്. ഹല്ലേലൂയ. നമുക്ക് അനുഗമിക്കുവാൻ യോഗ്യനായ ഇടയനാണ് നമ്മുടെ ഇടയൻ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറയുകയാണ്, അവനാണ് എന്റെ ഇടയൻ. എന്റെ ഇടയൻ എന്താണ്? ഞങ്ങൾക്ക് മുമ്പായി, ആടുകൾക്ക് മുമ്പായി യാത്ര ചെയ്യുന്നവനാണ് അവൻ. ആ ഇടയൻ അവന്റെ ശബ്ദം അറിയുന്നു. അന്യരുടെ ശബ്ദം അറിയാതെ കൊണ്ട് അവൻ അന്യനെ അനുഗമിക്കാതെ ഓടിപ്പോകുന്നു. ഈ സദസ്യത്തോട് എന്നാൽ യേശു പിന്നെ അവരോട് പറഞ്ഞത്, ഹല്ലേലൂയ, ഞാൻ വാതിലാകുന്നു, എനിക്ക് മുമ്പേ ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടി കടക്കണം. ഹല്ലേലൂയ. യേശുവിൽ കൂടി കടക്കണമെന്ന് ദൈവം അവരോട് പറയുകയാണ്. ഞാനാണ് ഇടയൻ, ഞാൻ ഇടയനും നിങ്ങൾ ആടുകളുമാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. ഈ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫലണ്ടാക്കുവാനായിട്ട് കഴിയില്ല. അങ്ങനെ കൊമ്പുകള് വേറിട്ട് പോയെങ്കിൽ ആ കൊമ്പുകളെ കൊണ്ടുപോയി കത്തിച്ച് കളയുക, അല്ലാതെ കൊമ്പുകൾക്ക് തന്നെ ഫലം കായ്ക്കുവാൻ കഴിയില്ല എന്ന് ദൈവം നമ്മോട് പറയുകയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. അതുകൊണ്ട് ഈ കൊമ്പുകൾക്ക് വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലണ്ടാക്കുവാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ ജീവിത യാത്രയിൽ യേശുവിൽ വസിച്ചിട്ടല്ലാതെ നമുക്ക് ഫലം കാക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല. നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ എപ്പോഴും എന്തു ചെയ്യണം? ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം. ആ വള്ളിയിൽ നിന്നുള്ള ബന്ധം നമ്മളുടെ ഈ കൊമ്പുകളായ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കാക്കുവാനായിട്ട് കഴിയുള്ളൂ. തന്നെ നമുക്ക് ഫലം കാക്കുവാൻ കഴിയില്ല. യേശുവിനെ വിട്ട് പോയി ആർക്കും ഫലം കാക്കുവാൻ കഴിയില്ല. യേശുവിനെ വിട്ട് പോകുമ്പോഴൊക്കെ അവന്റെ ജീവിതത്തില് നാശങ്ങളാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ താൽക്കാലിക ലാഭം അവനെ ഉണ്ടായെങ്കിലും അവന്റെ ജീവിതത്തിൽ
നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. രൂത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ വന്നാൽ രൂത്ത് ദൈവത്തിന്റെ സന്നദ്ധി വിട്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ അപ്പത്തിന്റെ നാടായ ബേത്ലഹേം വിട്ട്, ഹല്ലേലൂയ, ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ നാട്ടിലേക്ക്, ഹല്ലേലൂയ, പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ ആ നാട്ടിലേക്ക് രൂത്ത് മഹലോനെയും ക്രിയോനെയും തന്റെ ഭർത്താവിനെയും കൂട്ടി പോയപ്പോൾ അവിടെ ചെന്ന് രൂത്തിനെ നഷ്ടപ്പെട്ടത് തന്റെ ഭർത്താവ് മരിച്ചുപോയി. ഹല്ലേലൂയ. മഹലോൻ മരിച്ചുപോയി, ക്രിയോൻ മരിച്ചുപോയി, 2 മക്കളും ഭർത്താവും മരിച്ചുപോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ വിട്ടുകഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു. അവൾ പറയുകയാണ്, ഇനി എന്നെ നവോമി എന്ന് വിളിക്കരുത്. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് അവൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അവൾ തിരിച്ചു വരികയാണ്, മകളെ ഞാൻ പോവുകയാണ്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ പോവുകയാണ്. ആ ദൈവത്തിന്റെ ആടിന്റെ ദൈവത്തിന്റെ ആടായിരുന്ന രൂത്ത് ആ കൂട് വിട്ട് അവൾ ഇറങ്ങി ഓടുകയാണ്. ഇറങ്ങി ഓടിയപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയി, 2 മക്കളെയും നഷ്ടപ്പെട്ടു പോയി. തിരിച്ചവൾ കൂടിയിൽ വന്നപ്പോൾ അവളെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ കൂടെ, ദൈവം നമ്മുടെ ഇടയനാണ്, നമ്മൾ ആടുകളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൂടെ വിട്ട് നമ്മൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടു പോകും. മക്കൾ നഷ്ടപ്പെടും, ഭർത്താവ് നഷ്ടപ്പെടും, ജീവിതത്തിൽ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ രൂത്ത് തിരിച്ചു വരികയാണ്. ഹല്ലേലൂയ. ഞാൻ നിറഞ്ഞവളായി പോയി, ഞാൻ ഒഴിഞ്ഞവളായി തിരിച്ചു വരികയാണ്. ഹല്ലേലൂയ. രൂത്തിന്റെ ജീവിതത്തിൽ രൂത്ത് നോക്കിയേ. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിൽ അവൾക്ക് ആ കൂട്ടിൽ നിന്ന്, അവൾ അപ്പത്തിന്റെ നാടായ ബേത്ലഹേമിൽ നിന്ന് അവൾ മോവാബ് ദേശത്തിലെയും അമോന്യരും മോവാബിലും ജീവിതത്തിൽ ഒരു നാളും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കരുതെന്ന് ദൈവം പറഞ്ഞതാണ്. അങ്ങനെ ദൈവം പ്രവേശിക്കരുതെന്ന് പറഞ്ഞ ആ അന്യജാതിക്കാരുടെ അടുത്തേക്കാണ് അവൾ താമസിക്കുവാനായിട്ട് പോയത്. ഒരിക്കലും നമ്മൾ, ഹല്ലേലൂയ, അവരുമായി യാതൊരു ബന്ധവും പാടില്ല എന്ന് ദൈവം നമ്മോട് പറഞ്ഞതാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആ ജാതികളുടെ ഇടത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞു, അവളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ അവൾ നിന്ന് മാറിപ്പോവുകയാണ്. അവൾ തിരിഞ്ഞു വന്നപ്പോൾ നമ്മെ ആ പാപങ്ങളെല്ലാം ദൈവം അവളെ മാച്ച്, അവളെ ഹിമം പോലെ വെളുപ്പിച്ച്, വ്യക്താമരം പോലെ ചുമന്നിരുന്നാലും ഞാൻ അവളെ ഹിമം പോലെ വെളുപ്പിക്കാം എന്ന് പറഞ്ഞ ആ ദൈവം അവളെ വെളുപ്പിച്ച് അവളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിലെ എപ്പോഴും, ഹല്ലേലൂയ, നമ്മൾ ആ ദൈവത്തിന്റെ കൂട്ടിന്റെ ഉള്ളിൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ശാശ്വതമായ സമാധാനം നമുക്ക് തരുള്ളൂ. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറഞ്ഞത്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കിയാൽ, ഞാൻ ഭവനമൊരുക്കി ചേർത്തുകൊള്ളുവാൻ ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുന്ന ദൈവം നമ്മോട് വാഗ്ദത്തം പറയുകയാണ്. ഞാൻ ഭവനമൊരുക്കുവാനാണ് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരികയാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ലോകം തരുന്ന അതുപോലെ സമാധാനമല്ല, ആ നൈമിഷികമായ സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, സ്ഥിരമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ് എന്ന് ദൈവം നമ്മോട് പറയുകയാണ്. ദൈവം വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കുവാൻ ദൈവം മനുഷ്യപുത്രനുമല്ല. ഇസ്രായേലിന്റെ പരിശുദ്ധൻ വ്യാജം പറയുകയില്ല, അനുദപിക്കുകയുമില്ല. ആ ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ ഭൂമി മാറിപ്പോകും, പർവ്വതങ്ങൾ മാറിപ്പോകും, പക്ഷേ ഇത് ദൈവത്തിന്റെ വചനത്തിൽ എന്തില്ല, മാറ്റമില്ല. ആ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ദൈവം പറയുകയാണ്, ഞാൻ വ്യാജം പറയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്റെ കൂട്ടിന്റെ ഉള്ളിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും, ഞാൻ നിങ്ങൾക്ക് ആരോഗ്യം തരും, ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിന് നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം ഞങ്ങൾക്ക് തരും. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നവനാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവം പ്രവർത്തിക്കും. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. അവനാണ് നമ്മുടെ രക്ഷിതാവായ
ദൈവം അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ എന്റെ മകനാണ്, നീ എന്നോട് പറ്റിച്ചേർന്നിരിക്കുക. കാലേബ് ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന പോലെ, ഹല്ലേലൂയ, മോശ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന പോലെ, യോശുവ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന പോലെ നാം ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? യോഹന്നാൻ ദൈവത്തോട് അവന്റെ മാറോട് ചേർന്ന് ഇരുന്നതുപോലെ അവന്റെ മാറോട് ചേർന്നിരിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കുവാൻ ഞാൻ ശക്തനാണെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് കരയുവാൻ ഒരു മനസ്സുണ്ടോ? ദൈവത്തിന്റെ സന്നദ്ധയിൽ കരയുവാൻ ഒരു മനസ്സുണ്ടോ? ദൈവത്തിന്റെ ആ കൂട് വിട്ട് നമ്മൾ പുറത്തേട്ട് പോയിട്ടുണ്ടോ? അങ്ങനെ പുറത്തേട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കൂടിന്റെ അകത്തേക്ക് വീണ്ടും കയറി ദൈവത്തോട് 51-ാം സങ്കീർത്തനത്തില് ദാവീദ് കരഞ്ഞ് വിലപിച്ചതുപോലെ, ദൈവമേ എന്നോട് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറയുവാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് തന്റെ മാറോട് ചേർത്ത് പിടിക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച ദൈവം ആ വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. യഹോവ എന്റെ ഇടയാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, എന്റെ അപ്പനും അമ്മയും അല്ല എന്റെ ഇടയൻ. ഹല്ലേലൂയ, ദൈവമാണ് എന്റെ ഇടയൻ. അതുകൊണ്ട് എനിക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. എനിക്ക് ജീവിതത്തിൽ സന്തോഷമാണ് ഉണ്ടാവുന്നത്. എന്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടോ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. കാരണം ഞാൻ യഹോവയാണ് എന്റെ ഇടയൻ. എന്റെ ദാവീദിന്റെ ജീവിതത്തില് അവൻ ബുദ്ധിമുട്ടും പ്രയാസവും അവന്റെ മക്കളൊക്കെ മരിച്ചു പോയത് അവന്റെ കയ്യിരിപ്പ് കൊണ്ടാണ്. യഹോവ എന്റെ ഇടയൻ അല്ലാതെ ആയിരിപ്പോഴാണ് ദാവീദിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചത്? അവന്റെ മക്കൾ 4 പേര് മരിച്ചു പോയത്. യഹോവ ദാവീദിന്റെ ഇടയൻ അല്ലാതെയായി. ആ ഇടയിൽ നിന്ന് അവർ പോയി ലോകത്തിന്റെ ഇടയനിലേക്ക് അവർ മാറിപ്പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം വാളയച്ച് വെട്ടിക്കളയുകയാണ്. ഹല്ലേലൂയ. ലോകം നോക്കുമ്പോൾ ലോകത്തിന് അത് അറിയില്ല. ദാവീദിനെ ദൈവം തൂക്കി നോക്കിയപ്പോൾ ഞാൻ അവരെ തൂക്കി നോക്കി, അവൻ കുറവുള്ളവരായി കണ്ടു. ദൈവമക്കളെ, നമ്മള് ഈ സുപ്രഭാതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മളെ തൂക്കി നോക്കുമ്പോൾ നമ്മൾ കുറവുള്ളവരായി കാണുമോ? ഹല്ലേലൂയ. ദൈവമേ എന്റെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് അനുതാപത്തോടെ ദൈവത്തെ സന്നിധിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ ദൈവം നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമുക്കൊരു മനസ്സുണ്ടോ? നമുക്കൊരു ഹൃദയമുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സ്ഥാനമാന ഒക്കെ വിട്ടുകളഞ്ഞ് ദൈവസന്നിധിയിൽ നിൽക്കും. അതാണ് ദാവീദ്. ഹല്ലേലൂയ. രാജാവായിരുന്ന ദാവീദ് ഹല്ലേലൂയ പെട്ടകത്തിന്റെ മുമ്പിൽ എങ്ങനെയാണ് നൃത്തം ചെയ്തു. ഹല്ലേലൂയ. അവന്റെ ഭാര്യ മോളിൽ നിന്ന് നോക്കിയിട്ട് പറയുകയാണ്, നീ ഒരു രാജ്യത്തിന്റെ രാജാവാണ്, നീ ഇങ്ങനെയാണോ നൃത്തം ചെയ്തത്? മറ്റുള്ളവർ നിന്നെ നോക്കി എന്ത് ചെയ്യും? കളിയാക്കും. ഒരു രാജ്യത്തിന്റെ രാജാവ് ഹല്ലേലൂയ പറയാണ്, എന്റെ അപ്പനും അമ്മയെ ഉപേക്ഷിച്ചപ്പോൾ, എന്റെ അപ്പനും അമ്മയെ ഓർക്കാതിരുന്നപ്പോൾ എന്നെ ഓർത്ത ദൈവമാണ്. ഞാൻ അവന്റെ സന്നിധി നൃത്തം ചെയ്യും. ഞാൻ അവന്റെ സന്നിധി നൃത്തം ചെയ്യും. ഞാൻ അവന്റെ സന്നിധി ഉടുപ്പൂരി നൃത്തം ചെയ്യും. ആരെ എന്നെ കളിയാക്കിയാലും ആരെന്നെ വിമർശിച്ചാലും ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് അവൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ ദൈവത്തിന് അവിടെ അടങ്ങിയിരിക്കുവാൻ കഴിയില്ല. അവർ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ദാവീദിനെ ദൈവം ഓർക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ സന്നിധിയിൽ ഹല്ലേലൂയ തന്റെ സ്ഥാനമാനങ്ങൾ ഒന്നും ഓർക്കാതെ ദൈവത്തിന്റെ ആരാധനയ്ക്ക് ഹല്ലേലൂയ നമ്മൾ ഈ ലോകത്തിൽ ഈ ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ലോകത്തിൽ എന്തുമല്ല സ്ഥാനങ്ങൾ നമുക്കുണ്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ അതൊന്നും പ്രശ്നമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ സ്ഥാനമാനങ്ങൾ നോക്കാതെ, നമ്മുടെ അധികാര സ്ഥാനങ്ങൾ നോക്കാതെ ആര് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുന്നുവോ അവനെ മാനിക്കുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ദൈവത്തിന്റെ വചനത്തില് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. തന്റെ ഭാര്യ നോക്കി കളിയാക്കുകയാണ് ദാവീദിനെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശൗലിന്റെ മകളായ ഹല്ലേലൂയ ഹല്ലേലൂയ അവൾ നോക്കി കളിയാക്കുകയാണ്. യഹോവ അത് കണക്കിട്ടു. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ആര് നമ്മെ കളിയാക്കിയാലും ആര് നമ്മളെ വിമർശിച്ചാലും ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ദൈവമാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. നമ്മുടെ സ്ഥാനങ്ങളോ നമ്മുടെ മാനങ്ങളോ
നമ്മുടെ ഡ്രസ്സോ, നമ്മുടെ ഔദ്യോഗിക സ്ഥാനങ്ങളോ, വിദ്യാഭ്യാസമോ ഒന്നുമല്ല. ഹല്ലേലൂയ. കാരണം നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ നോക്കി നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം പറയുകയാണ് യേശു ക്രിസ്തു വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുകയാണ്, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? ഹല്ലേലൂയ. പരീക്ഷന്മാർ ചോദിക്കുകയാണ്, യേശു ക്രിസ്തു ആരാണ്? വിദ്യാഭ്യാസം ചെയ്യാത്തവനാണ്. അന്നെടുക്കെ ലോകം നോക്കുമ്പോൾ മനുഷ്യനായ യേശു, അല്ലെങ്കിൽ ദൈവമായ യേശുവിനെ എല്ലാം അറിയാം. പക്ഷേ ദൈവം യേശു ക്രിസ്തു ആരാണ്? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. പൂർണ്ണ മനുഷ്യനായ യേശു ഒരു സ്കൂളിൽ പോകാത്തവരാണ്, ഒരു വിദ്യാഭ്യാസവും ചെയ്യാത്തവരാണ്. അതാണ് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ഈ ജ്ഞാനം എവിടെ കിട്ടി? ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും വിദ്യാഭ്യാസം ചെയ്യാത്തവനാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ഈ വിദ്യാഭ്യാസം ചെയ്യാത്തവന് ഈ ജ്ഞാനം എവിടെ കിട്ടി? ഹല്ലേലൂയ. യേശു വിദ്യാഭ്യാസം ചെയ്യാത്തവനാണ്. യേശുവിന്റെ ശിഷ്യന്മാര് ലോകം നോക്കുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ള ഇവർക്ക് അവരെ ഈ വെളിപാട് പുസ്തകവും ഒക്കെ നമ്മളെ യോഹന്നാൻ എഴുതി ഈ ലോകത്തിൽ ഇതുവരെയുള്ള ഒരു ജ്ഞാനിക്കും അതിന്റെ അർത്ഥം മുഴുവനായി പറയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഭാഗികമായി പറയുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ദൈവമാണ് അവന് ജ്ഞാനം കൊടുത്തത്, നമുക്ക് ജ്ഞാനം തരുന്നത് ദൈവമാണ്. ദൈവം നമ്മുടെ ഇടയിലാവുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ ഇടയിലാവുമ്പോൾ ദൈവമാണ് നമുക്ക് ജ്ഞാനം തരുന്നത്. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ അവരെ അനുഗ്രഹിക്കുന്നു. ദൈവമൻ ഇടയനല്ലോ, യാതൊരു കുറവുമില്ല.